ഹലോ ഗൈസ്, ഞാൻ ഈ ചാടിത്തുള്ളി എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലുള്ള തോട്ടിലേക്കാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ തോട്ടിലേക്കുള്ള വഴി. അപ്പോൾ ഇത് വഴി നടന്ന് ഇവിടെ വന്നപ്പോഴത്തേക്ക് എൻ്റെ നാട്ടിലുള്ള പിള്ളേരെല്ലാം നടുവിലുണ്ട്. പിള്ളേരെല്ലാം കൂടെ വെക്കേഷൻ ആയതുകൊണ്ട് തോട്ടിലൊക്കെ ചാടി കുത്തി മറിയാണ്. അപ്പം ഇവിടെ പിള്ളേർ മീനൊക്കെ പിടിച്ച് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറി ഇറക്കിയാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ ഇവിടെ ഇരുന്നപ്പോഴത്തേക്ക് ഇവരുടെ കൂടെ ഞാനും കൂടി. അപ്പോഴത്തേക്ക് പൊന്നും എനിക്കാണെങ്കിൽ ആ കാട്ടിൻ്റെ ഇടയ്ക്ക് നിന്ന് എനിക്കൊരു കുപ്പി എടുത്തു തന്നെ കേട്ടോ. ആ കുപ്പി എനിക്ക് കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ആദ്യം ഒന്ന് പേടിച്ചു. അതിനുശേഷം ഞാൻ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ രേഷ്മയാണെങ്കിൽ അത് എനിക്ക് അവിടെ വെച്ച് തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് തന്നിട്ടോ. നല്ല സ്നേഹമുള്ള പിള്ളേർ, എൻ്റെ നാട്ടിലുള്ള പിള്ളേർ. അത് കഴിഞ്ഞിട്ട് ഞാനത് വീട്ടിലേക്ക് കൊണ്ടുവന്നു. ബ്ലേഡ് വെച്ചിട്ട് അതിൻ്റെ പുറത്തുള്ള കവറൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്, സത്യത്തിൽ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്ത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് അതിനുശേഷം ഞാൻ ഇത് ഫുൾ ബ്ലാക്ക് പെയിൻ്റ് അടിച്ചിട്ട് ഇതേപോലെ യെല്ലോ പെയിൻറ്റ് വെച്ചിട്ട് ഞാൻ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ എനിക്ക് അറിയാമല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ, എനിക്ക് പടം വരയ്ക്കാനുള്ള കഴിവില്ല. അതുകൊണ്ട് ഞാൻ എങ്ങനെയൊക്കെ ഒപ്പിച്ചെടുത്തു. ചെറിയ പൂവൊക്കെ വരയ്ക്കണമെന്നായിരുന്നു ആഗ്രഹം. വരച്ച് വന്നപ്പോൾ കുളമാക്കിയിട്ട് ഞാൻ എല്ലാം വലിയ കുറേ പൂവൊക്കെ വരച്ചു. മൊത്തം മഞ്ഞപ്പൂ വരച്ചിട്ട് പിന്നെ കുറച്ച് റെഡ് കളർ വെച്ചിട്ട് കുറച്ച് റെഡ് പൂക്കളൊക്കെ വരച്ചെടുത്തു കേട്ടോ. അങ്ങനെ പൂക്കളൊക്കെ വരച്ച് ഞാൻ ഇങ്ങനെ കുളമാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് വെക്കാനുള്ള ഫ്ലവേഴ്സ് സെറ്റ് ചെയ്യണം. അപ്പം അമ്മ കുറേ മഹാഗണിയുടെ വിത്തൊക്കെ കൊണ്ടുവന്നു കേട്ടോ. കുറച്ച് പിസ്താശിലൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഫ്ലവർ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് എൻ്റെ ഗ്ലൂ ഗൺ കേടായിപ്പോയി. ഞാൻ പിന്നെ കുഴപ്പമില്ല, കുറച്ച് ഫെവിക്വിക്ക് മേടിച്ചിട്ട് അത് വെച്ചൊട്ടിക്കാമെന്ന് വിചാരിച്ചു. 4 പെറ്റൽസ് ഉള്ള ഫ്ലവറാണ് ഈ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഫെവിക്വിക്ക് വെച്ചിട്ട് ഞാൻ ഇത് ഒട്ടിച്ചെടുത്തു. 4 ഫ്ലവർ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുത്തു. അപ്പോൾ പൂവൊക്കെ സെറ്റ് ചെയ്തെടുത്തപ്പോഴത്തേക്ക് എനിക്ക് കണ്ടപ്പോൾ കറക്റ്റ് ഒരു എന്താണ് നമ്മുടെ ട്യൂലിപ്പ് ഫ്ലവറിൻ്റെയൊക്കെ ഒരു ലുക്ക് തോന്നി. പക്ഷേ അതിൻ്റെ അകത്തിൽ ആ ഒരു ഇതുള്ളത് കൊണ്ട് ഫിനിഷ് ആയെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഞാൻ ഇതിന് ആ ട്യൂലിപ്പിൻ്റെ കളറൊക്കെ വരാൻ വേണ്ടിയിട്ട് അതുപോലത്തെ ഒരു സ്കൈ ബ്ലൂ കളറിൽ കുറച്ചും കൂടെ ലൈറ്റായിട്ടൊരു കളറൊക്കെ എടുത്ത് പെയിൻറ്റ് ചെയ്തു. പിന്നെ ഇതുപോലെ 2 പിസ്താശില വെച്ചിട്ട് ചെറിയ മുട്ട് പോലെ മുണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സാധനം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഇതേപോലെ 3 പൂക്കളും പിന്നെ 2 മുട്ടും അങ്ങനത്തെ ഒരു രീതിയിൽ ഒരു 6 പൂവും ഒരു 2 മുട്ടും അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പം ഒരു 3 പൂക്കളിൽ ഞാൻ ഈ കളറാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് കളർ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ ഈ മുട്ടിന് ഇതേപോലെ കളറൊക്കെ കൊടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നല്ലപോലെ ഉണങ്ങാൻ വെച്ചു. നൈറ്റ് ഫുള്ള് ഞാൻ ഉണങ്ങാൻ വെച്ചിട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതേപോലത്തെ ഒരു പിങ്ക് ഷെയ്ഡ്, അതും കുറച്ച് ലൈറ്റായിട്ടുള്ളൊരു കളറാണ് എടുത്തത്. ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ 2 കളറും. എൻ്റെ കയ്യിൽ അങ്ങനെ പെയിൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 പെയിൻറ്റ് മേടിച്ചതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഗ്രീൻ കളർ എടുത്തിട്ട് ഇതേപോലെ സെറ്റ് ചെയ്തെടുത്തു. ടണ്ടിലെല്ലാം ഗ്രീൻ കളർ കൊടുത്ത് ഫിനിഷാക്കി എടുത്തു. അത് കഴിഞ്ഞിട്ട് ലീഫ് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയായിരുന്നു. ഒരു ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ട് അതിലിങ്ങനെ 2 സെൻറ്റിമീറ്റർ വീതിയിലൊരു നല്ല നീളത്തിൽ തന്നെ വരച്ചെടുത്തു. എന്നിട്ട് അത് നടുക്കൂടെ കട്ട് ചെയ്തെടുത്തു കേട്ടോ. നല്ല രീതിയിൽ കട്ട് ചെയ്തെടുത്തു. ഷേപ്പിനാണ് കേട്ടോ. എനിക്ക് കട്ട് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ പേപ്പർ. അത് കഴിഞ്ഞിട്ട് ഞാൻ അത് മടക്കിയിട്ട് പെൻസിൽ വെച്ചിട്ട് അതിങ്ങനെ ഒരു നീളമുള്ള ലീഫിൻ്റെ ഏകദേശം രൂപമൊക്കെ വരച്ച് അങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് കട്ട് ചെയ്തെടുത്തു കേട്ടോ. എനിക്ക് പറഞ്ഞില്ലേ, എനിക്ക് കട്ട് ചെയ്യണം ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. അങ്ങനെ അത് കട്ട് ചെയ്തെടുത്തു, ഷേപ്പൊക്കെ ചെയ്തെടുത്തു. എന്നിട്ട് അതിങ്ങനെ എടുത്തിട്ട് തുറന്നിട്ട് ഈ കത്രികയുടെ വായ്ഭാഗം വെച്ചിട്ട് ഇങ്ങനെ വളച്ച് മടക്കി എടുത്തു കേട്ടോ, ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൻ്റെ നടുക്കുള്ള ഭാഗം ഞാൻ അതേപോലെ മടക്കി വെച്ചു. അപ്പം കറക്റ്റ് നീളമുള്ള ഒരു ലീഫിൻ്റെ ആ ഒരു ഇതെനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. എനിക്കൊരു പെർഫെക്റ്റ് ആ ഒരു ഇതുമായിട്ട് ഒരു ഇത് ഫീലായി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതേപോലെ ലീഫ് ഈ പൂവിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി. അത് ഫെവിക്വിക്ക് വെച്ചാണ് കേട്ടോ ചെയ്തത്. അതിനുശേഷം ഞാൻ ഇതേപോലെ കുറേ കല്ല് വൃത്തിയാക്കി എടുത്ത് കൊണ്ടുവന്നു. അത് തോട്ടിൽ നിന്നാണ് പറക്കിയത്. എന്നിട്ട് ഇതെല്ലാം നമ്മുടെ ഈ ഫ്ലവർ പോട്ടിലോട്ട് ഇട്ട് കൊടുത്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് സ്റ്റഡി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ ഫ്ലവറൊക്കെ വെച്ച് കൊടുത്തു. ലാസ്റ്റ് എനിക്ക് ഇങ്ങനെയാണ് കിട്ടിയത് കേട്ടോ. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇതിൻ്റെ കൂടെ കിട്ടിയ കുറേ ഫോട്ടോസും കൂടെ ഈ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യാം.